Good afternoon. Good afternoon, Good Miss. afternoon, teacher. Good afternoon, Good Miss. afternoon, Miss. Good afternoon all. ഞാൻ Good afternoon, Miss. എന്നെ ഓർമ്മയുണ്ടോ? ആദ്യൊരു ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് പോയതാ, പിന്നെ ഇപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? പേര് അപർണ. No teacher, first class ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടീച്ചറെ കാണുന്നത്. ഓക്കേടാ. അപ്പൊ ഇനി ഈ ഒരു ജേണിയിൽ ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാണ്. നമുക്ക് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നാളായി, പക്ഷെ ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പാർട്ട് 4 ആണ് ഇപ്പൊ ഡീൽ ചെയ്യാൻ പോകുന്ന സെഷൻ. പാർട്ട് 4 യൂണിറ്റ് 8 ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ടെസ്റ്റ് ഒക്കെ അവൈലബിൾ അല്ലേ? കയ്യിലില്ലേ? ഓക്കെ, അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. എല്ലാവരും എടുത്തോ? ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രേയറും സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറയാറുണ്ടോ? പ്രേയറും തോട്ട് ഓഫ് ദ ഡേയും പറയാറുണ്ട്. സൈനിനും സൈൻ ഔട്ടും വല്ലപ്പോഴുമാണ് പറയാറ്. പറയാറല്ലേ? നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ, എന്റെ ക്ലാസ്സുകളിൽ പ്രേയറും സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഔട്ടും വേണം. ഇപ്പോ സൈനിങ് നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 കുസൃതി ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ ആൻസർ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവര് എന്ത് ചെയ്യട്ടെ, ഗസ് ചെയ്യട്ടെ. എളുപ്പമല്ലേ? അതേപോലെ ഒരു ആക്ഷൻ സോങ് ആവാം. സൈനിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നിങ്ങൾക്ക് സൈൻ ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ സോങ്ങോ ഒരു മോറൽ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് സൈൻ ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും നാളെ ഒരു സ്കൂളുകളിൽ വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു മടിയോ പേടിയോ ഒന്നും കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്നേ ട്രെയിൻ ചെയ്യണത്. ഇനി സൈനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടുന്നേ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ചെന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്നേ ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്റെ ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യൂലേ? സൈൻ ഇനും അതേപോലെ തന്നെ സൈൻ ഔട്ടും ചെയ്യില്ലേ? സൈൻ ഔട്ട് അല്ലെങ്കിൽ ഒരു കോട്ട് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാം, ഒരു മോറൽ സ്റ്റോറി പറയാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ കഥ, ചെറിയ ചെറിയ കഥകൾ. മുയലിന്റെയും മാമയുടെയും കഥയുണ്ട്. അതേപോലെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ ഒരു സ്റ്റോറി എഴുതാ, എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാ, പറഞ്ഞു നോക്കുക, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? എല്ലാവരും ചെയ്യണം. കാരണം നമ്മളത് ചെയ്ത് ശീലിച്ചാലാണ് നമുക്കൊരു സ്ഥാപനത്തിൽ ചെന്ന്, ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇന്റർവ്യൂവിന് അവർ പറയണത് ഒരു ആക്ഷൻ സ്റ്റോറി ഒരു ആക്ഷൻ സോങ് പറയാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞാലോ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അത് പറയണ്ടേ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ആ പേടി മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ സൈൻ ഔട്ടും സൈൻ ഇൻ ഒക്കെ പറയണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ, ഓക്കെ ടീച്ചർ. എല്ലാവരും ഒന്നും പറയാറില്ല, ചില ആൾക്കാർ മാത്രമാണ് സ്ഥിരമായിട്ട് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇപ്പൊ അധികം നമ്മള്, എനിക്ക് തോന്നുന്നു MP7 അധികം കുട്ടികളില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത്രയും പേരുണ്ടാവാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ കുറഞ്ഞു വന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, നല്ല ഫിഗർ ഉണ്ടായിരുന്നു. 43. എനിക്ക് ഇപ്പൊ MT8 90 എബോ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. MT8 നിങ്ങൾ കഴിഞ്ഞ അല്ലെങ്കിൽ MT6 ഇപ്പോഴും വേറെ ബാച്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് സ്ട്രെങ്ത് കുറവെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ അധികം പേരൊന്നുമില്ല. ഇപ്പൊ 16, ഇപ്പൊ ഞാനും അതേപോലെ തന്നെ റിച്ചും പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 14 സ്റ്റുഡൻസേ ഉള്ളൂ. ഈ 14 കുട്ടികളും നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പഠിക്കണം, ഈ ഫിയർ ഒക്കെ മാറ്റി ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പഠിക്കും അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ നല്ല ടീച്ചേഴ്സ് ആക്കി മാറ്റാനാണ് ആരുടെ ഉത്തരവാദിത്തം? ഞങ്ങൾ ഓരോ ഫെസിലിറ്റേറ്ററിന്റെയും ഉത്തരവാദിത്തം എന്താണ്? നിങ്ങളെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളത് ചെയ്യണേണ്, ഞങ്ങളുടെ ഓരോ ഇതായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരാ സൈൻ ഇൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നുമില്ല, വാട്സപ്പിൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ആരൊന്നും സംസാരിക്കാതെ? ഗ്രൂപ്പ് ഉണ്ട് ടീച്ചർ, പക്ഷെ ഞാനില്ല അതില്. ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ. ഓക്കെ, ബാക്കി ആരും സംസാരിക്കില്ല? ഗീത മാത്രമേ സംസാരിക്കുള്ളൂ? ഫർസാന, അക്ഷയ, എല്ലാവരും സംസാരിക്കാറില്ല, പക്ഷെ ചില ആൾക്കാരൊക്കെ സംസാരിക്കാറുണ്ട്. ലക്ഷ്മി, ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി നിങ്ങൾ ആരും സംസാരിക്കില്ല? കോമൺ ആയിട്ട് ഒന്നും സംസാരിക്കില്ല?
ക്ലാസ് കേട്ടോണ്ടേ ഇരിക്കുള്ളൂ? അല്ല മിസ്സേ, ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് ഇഷ്യൂ വരും. അപ്പൊ ഞാൻ പറയണത് ക്ലിയർ ആവാത്ത കാരണമാണ് മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, ശ്രീലക്ഷ്മി മോ പറയണൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. സംസാരിക്കാം. നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലെക്ചർ പോലെ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് എത്ര രീതിയിൽ മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അതായിരിക്കില്ലേ നല്ലത്. അല്ലാതെ വൺ വേ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അവിടെ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നിന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോണ്ടിസോറിയിലും അതെ, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമ്മളത് പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും ടു വേ കമ്മ്യൂണിക്കേഷൻ ആയാൽ മാത്രമല്ലേ നമുക്കത് ഒരു പ്രോപ്പർ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ പോകാം. ആ ഒരു മടിയും തോന്നുന്നുണ്ടാവും. എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് തുറന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. ഇവിടെ പറഞ്ഞു തെറ്റിപ്പോയി, അതൊരു മിസ്റ്റേക്ക് ആണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എന്ത് മിസ്റ്റേക്ക് ചെയ്താലും അത് തെറ്റാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയൂല. ആരെയും വഴക്കും പറയൂല. അങ്ങനെ ഒന്നല്ല നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്. നമ്മളിവിടെ ഒരാളെയും വഴക്ക് പറഞ്ഞിട്ടോ നമ്മളെന്താ പവർ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ഒന്നല്ല. നമ്മൾ ഫ്രീ ആയിട്ട് വിടാണ്. ഈ ക്ലാസ് ഒരു അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ അലോ ചെയ്യാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് അത്രയും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം, ഏൺ ചെയ്യാൻ നോക്കാം. മാക്സിമം നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കാം. ഓക്കെ, ബാക്കി എല്ലാവരും സംസാരിക്കുമല്ലോ. അല്ലെങ്കിൽ എനിക്കിപ്പോ നിങ്ങളെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് തന്നെ. ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇന്ന് മുതൽ ക്ലാസ് എടുക്കാന്ന് പറയാം. നിങ്ങളെ പോലെ തന്നെയാ ഞാനും ഈ ക്ലാസ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്നെ ഒട്ടും പരിചയമില്ല. നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊരു ഇതുണ്ടാവില്ല. ഞാൻ പറയുന്നത് എത്ര രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? മിസ്സേ, ഞങ്ങൾക്ക് മിസ്സിനെ അറിയാലോ. മിസ്സല്ലേ ആദ്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എടുത്തേ? ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പിന്നെ എങ്ങനെയാ മിസ് ഒരു അപരിചിതനാന്ന് പറഞ്ഞത്? അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലോ എന്ന് ഫീൽ ചെയ്തിട്ട് പറഞ്ഞതാ. ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നില്ല. മിസ്സിനെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളുടെ മിസ് തന്നെയല്ലേ വന്നെന്നോർത്ത്. ഓക്കേടാ, അത് ഞാൻ കുറെ നാളെത്തിയിട്ടാണ് കാണുന്നത്. അപ്പൊ ചിലപ്പോ മിക്കവർക്കും എന്നെ കണ്ടിട്ട് മനസ്സിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്യാം നല്ല രീതിയിൽ. എക്സ്ക്യൂസ് മീ മിസ്, ഇത് ഗുഡ് മാനേഴ്സ് ഏതിലാ വരുന്നത്? മറിയ മോണ്ടിസോറി ആണോ, സ്കൂൾ മാനേജ്മെന്റ് ആണോ? എനിക്ക് കിട്ടുന്നില്ല. പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റിലാണ് ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അത് തപ്പുമായിരുന്നു. അതാ അത് മറുപടി ഒന്നും പറയാതിരുന്നേ. ഓക്കേടാ, അപ്പൊ നമുക്ക് നല്ലൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ മിസ്, വി ആർ ഓൾ റെഡി. ഓക്കെ, ബാക്കി ആൾക്കാരൊന്നും എന്താ സംസാരിക്കാത്തെ? ഓക്കെ മാം. All will do miss slowly. They are all very smart. അപ്പൊ നമ്മളോട് മാത്രം സംസാരിക്കാത്തെ? അനീറ്റ, അയന, ഫർസാന, റഫീന, കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്തായാലും പേരൊക്കെ കാണാതെ പഠിക്കാൻ പറ്റും. ഓരോരുത്തരെ വിളിച്ച് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കൂട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഗുഡ് മാനേഴ്സിലേക്ക് വരാണ്. എന്തൊക്കെയാണ് നമുക്ക് ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ പറ. നിങ്ങൾ ഓരോ പോയിന്റ് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ 22 പേരുണ്ട് അല്ലെങ്കിൽ 20 പേരുണ്ട്. ഓരോ പോയിന്റ് ഓരോരുത്തർ പറ. ഗീത ഒരു പോയിന്റ് പറ. ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അതിവിടെ ഇതിൽ നോക്കണ്ട. ഗുഡ് മാനേഴ്സ് അല്ലാത്ത രീതിയിൽ പറഞ്ഞു നിങ്ങള്. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു കുട്ടി പറ. ഫുഡ് കഴിക്കുമ്പോൾ പാലിക്കേണ്ട മാനേഴ്സ്. ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സ്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ടേബിൾ മാനേഴ്സ്. പിന്നെ വേറെ പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ. അങ്ങനെ പറഞ്ഞോടാ. മറ്റുള്ളവരോട് പെരുമാറുന്നതിനുള്ള മാനേഴ്സ്. അതന്നെ, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെ? നമ്മളെക്കാളും മുതിർന്നവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഹെൽത്തി ഹാബിറ്റ്സോ പേഴ്സണൽ ഹൈജീൻ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? മഞ്ജുഷ. ഫാത്തിമ. പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? 2 നേരം കുളിക്കുക, പിന്നെ നഖം വെട്ടുക, ബ്രഷ് ചെയ്യുക, നീറ്റ് ആയിട്ടുള്ള ഡ്രസ് ചെയ്യുക, കോംബ് യുവർ ഹെയർ, നല്ല ഉറക്കം,
മുടി നല്ല രീതിയിൽ കെട്ടി വെക്കാം, അതേപോലെ നല്ല ഉറക്കം കറക്റ്റ് ആണ്. ബാക്കി എന്തൊക്കെയാ? ഫുഡ് കഴിക്കുമ്പോ മുന്നേയും ശേഷം കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ശേഷവും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യാം. ടോയ്ലറ്റിൽ പോയതിന് ശേഷവും നല്ല രീതിയിൽ സാനിറ്റൈസർ, അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് കൈ വാഷ് ചെയ്യാം. കണക്കുകൾ കുറെ ഒരു പരിധി വരെ നമ്മുടെ കയ്യിലെ കണക്കുകൾ നശിച്ചു പൊക്കോളും. പിന്നെ എന്താണ് please, thank you, excuse me, sorry, all these words to the friends and the teachers. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്ക് പറ്റിപ്പോയാൽ പോലും നമ്മൾ സോറി പറയാൻ കുട്ടികളെ പഠിപ്പിക്കാം. എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ സോറി പറയും. ഞാൻ എപ്പോഴും പറയണ വേണ്ട സോറി എന്നുള്ളത്. നമ്മളൊരു സാധനം ആവശ്യപ്പെടുമ്പോ അതിന്റെ കൂടെ ഒരു എക്സ്ക്യൂസ് എന്തെങ്കിലും നമ്മൾ ചോദിക്കാറില്ലേ? അത് പ്ലീസ് ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയാ, ഒരു എളിമയോട് ചോദിക്കാം. ഓരോ കാര്യങ്ങൾ റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കാം. നമ്മൾ കമാൻഡ് ചെയ്യുന്നതിനേക്കാളും ഒരു റിക്വസ്റ്റ് രീതിയിലാണ് നമ്മൾ കുട്ടികളോട് പറയണമെങ്കിൽ അവർക്ക് ചിലപ്പോ അത് കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മാനേഴ്സ് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഷെയർ വിത്ത് അതേഴ്സ്, ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ് ഒക്കെ വളരെ നല്ല ക്വാളിറ്റീസ് ആണ് കുട്ടികളിൽ ബിൽഡ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റീസ് ആണ്. ഏതൊക്കെ? ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് എന്താ വന്നത് അപ്പൊ ഗുഡ് മാനേഴ്സ് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോ എളുപ്പത്തിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? നമ്മൾ ഇവരോട് പറയാണല്ലോ 2 times ബ്രഷ് ചെയ്യണം, 2 times ബാത്ത് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് കൈയും കാലൊക്കെ നല്ല രീതിയിൽ ഇത് ചെയ്യണം, അങ്ങനെ ക്ലീൻ ചെയ്യണം, നെയിൽസ് കട്ട് ചെയ്യണം, ഹെയർ കോംബ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അവര് പഠിക്കുമോ? ഒരു ആക്ഷൻ സോങ് വഴി അവരെ പഠിപ്പിച്ചാലാ? ഒരു ആക്ഷൻ സോങ് വഴിയാണ് അവര് അത് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ ചിലപ്പോ നന്നായിട്ട് അത് മനസ്സിലിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷൻ സോങ് ആണെങ്കിൽ നമുക്കത് ആക്ഷൻ വെച്ചിട്ട് പറയണം കേട്ടോ. ബ്രഷൊക്കെ ഞാനിപ്പൊന്നും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ ടീച്ചറായിട്ട് ഒരു ഗുഡ് മാനേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു ആക്ഷൻ സോങ് രൂപത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? ഞാൻ വന്ന അന്ന് തന്നെ ഒരു ആക്ടിവിറ്റി തരാം കേട്ടോ, ഒന്നും തോന്നല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഇപ്പൊ 20 സ്റ്റുഡൻസ് ഉണ്ട്, 20 സ്റ്റുഡൻസും എന്ത് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ഓക്കെ അല്ലേ? ഇതിനെ കുറിച്ചിട്ടുള്ള ഗുഡ് മാനേഴ്സ് ഓർ ഹെൽത്തി ഹാബിറ്റ്സ്. ഗുഡ് മാനേഴ്സ് ആവാം, ഹെൽത്തി ഹാബിറ്റ്സ് ആവാം. രണ്ടും സെയിം ആണ്, ഏകദേശം വേർഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുഡ് മാനേഴ്സ് ഓർ ഹെൽത്തി ഹാബിറ്റ്സ്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഒരു ആക്ഷൻ സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്ന് പ്രസന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയാണല്ലോ? റഫി, ബാക്കി ആരും സംസാരിക്കുന്നില്ല? അനീറ്റ, റഫീന, ഓക്കെ, ഷമീറ, ഫർസാന, എല്ലാവരും റെഡി ആവില്ലേ? ഞാൻ ആ പേര് കറക്റ്റ് ആയിട്ട് വിളിച്ച് പ്രസന്റ് ചെയ്യും. അഞ്ജന, മോന്റെ പേരെന്താണ്? അഞ്ജന. ഓക്കെ, അഞ്ജന. അപ്പോ മിക്കവർക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലായിരിക്കുള്ളൂ, നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും ഞാൻ നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. അപ്പൊ ആ ദിവസത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സ് ഓർ ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ട് എല്ലാവരും ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരും അല്ലേ? ഓക്കെ ടീച്ചർ, ഡെഫിനറ്റ്ലി. ഓക്കെ, നമ്മൾ ഇനി ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാണ്. സോ മാനേഴ്സ് വിത്ത് ചിൽഡ്രൻസ്, സോറി ഫ്രണ്ട്സ്. കുട്ടികള് ഫ്രണ്ട്സിന്റെ ഇടയിൽ കാണിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എപ്പോഴും ചില സിനിമ ഡയലോഗ് ആയിട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നമുക്ക് എപ്പോഴാണോ ഹെൽപ്പ് ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെ? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? എ ട്രൂ ഫ്രണ്ട് ഈസ് സമൺ ഹു ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്. ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് നിനക്ക് എപ്പോഴാണോ സഹായം ആവശ്യമുള്ളത് അപ്പോൾ
നിന്നെ സഹായിക്കുന്നവനാണ് ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്ത് വേണം? നല്ല സുഹൃത്തുക്കൾ ആവശ്യമാണ്. ചിലപ്പോൾ ചിലവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഒരുപാട് സുഹൃത്തിനെ ബിൽഡ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും. ചിലവരുടെ ക്യാരക്ടർ അനുസരിച്ച് ചിലപ്പോൾ 1 or 2 സുഹൃത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് മാക്സിമം ഗുഡ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ചില എനിമീസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഗുഡ് ഫ്രണ്ട്സ് ഈസ് മസ്റ്റ് ഫോർ എവരിവൺ. എല്ലാവർക്കും വേണ്ട ഒരു ഘടകമാണ് എന്ത്? ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. നമ്മളുടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഓരോ ഏജിനനുസരിച്ച് ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഏജ് വരെ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? ചിലപ്പോ ഭാഗ്യം ചെയ്തവർക്ക് വെച്ചാൽ ചെറുപ്പം മുതൽ ഇപ്പൊ വരെ ഉള്ളത് ഒറ്റ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഫ്രണ്ട്സ് തന്നെയായിരിക്കും. ഇപ്പൊ എന്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ, ഡിഗ്രി ഒക്കെ ആയപ്പോഴാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലേക്ക് വന്നത്. ചെറുപ്പത്തില് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 ഒന്നും അങ്ങനെ സുഹൃത്തുക്കളൊന്നും അങ്ങനെ വലിയൊരു ഇന്ററാക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യാൻ മാക്സിമം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കും. ഞങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആണ്, എന്നാൽ പോലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഫോൺ എടുത്ത് റിങ് അടിച്ച് അവൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പഴയ കോളേജിന്റെ ആ ഒരു സമയത്ത് ഞങ്ങളിലേക്ക് തന്നെയാണ്. പഴയതുപോലെ തന്നെയാണ്. നമ്മളെല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മുടെയൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ച് ജസ്റ്റ് നമ്മൾ ടൈം എടുക്കുന്നില്ല, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങള് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അതൊക്കെ സംസാരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു കോളില് വരുമ്പോഴായിരിക്കും ഞങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ഞങ്ങൾ എവിടെയാണ് നിർത്തിയത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണം. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും നമ്മളുടെ വെറീസും നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും എല്ലാവർക്കും ആരാവശ്യമാണ്? സുഹൃത്തുക്കൾ ആവശ്യമാണ്. അപ്പൊ നല്ല ഫ്രണ്ട്സിനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്തതാ. നമ്മൾ എന്താ പറയാ, സഹോദരങ്ങളൊക്കെ നമ്മള് ബ്ലഡ് റിലേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, പക്ഷെ സുഹൃത്ത് ബന്ധം അങ്ങനെയല്ല. ദൈവം നമുക്ക് തരുന്ന വരദാനമാണ് എന്ത്? നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ മാക്സിമം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് ഒക്കെ അയക്കാം. ചിലപ്പോൾ അവർ മറന്നുപോയതായിരിക്കും, ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കും. നമ്മളുടെ തിരക്കിലേക്കും നമ്മളുടെ ബിസി ലൈഫിലേക്കും വന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യുക. ഒരു ചെറിയൊരു സ്മൈൽ അയച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്ക് ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ കുട്ടികളുടെ ഇടയിൽ ഫ്രണ്ട്സ് അവർക്കെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളായിരിക്കും കേട്ടോ. അവർക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടീനെ വഴക്ക് പറഞ്ഞാൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും അത് വിഷമാവും. അപ്പൊ ഞാൻ മാക്സിമം കുട്ടികളെ വഴക്ക് പറയാതിരിക്കാനാണ് നോക്കാറ്. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മാനേഴ്സ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഒരു ഫ്രണ്ട് ഇൻ നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഇൻ ഡീഡ് ആണ്. ഗുഡ് ഫ്രണ്ട് ഈസ് മസ്റ്റ് ഫോർ എവരിബഡി. എല്ലാവർക്കും ആര് വേണം? നല്ല ഫ്രണ്ട്സ് വേണം. സോ വി ഹാവ് ടു ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ് ഈവൻ വിത്ത് ആൻ എംപത്തറ്റിക് മൈൻഡ്. നല്ലൊരു അനുകമ്പയോട് കൂടി, നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു മൈൻഡ് ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ശത്രുത ഒന്നും കാണിക്കരുത്. നല്ലൊരു അനുകമ്പയോട് കൂടി നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കണം. Teachers should ascertain the importance of good friendship and give some instruction on how to maintain friendship through manners. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? നമ്മുടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്? അവരുടെ ഗുഡ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് നല്ല മാനേഴ്സോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാനൊരു ടീച്ചറായിട്ട് എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങള് ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്, വേർതിരിവ് കാണിക്കരുത്. ഫ്രണ്ട്സുകളുടെ ഇടയിൽ തമ്മിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതൊരു പോയിന്റ് ഞാൻ പറയും. ഷെയറിംഗ് ഹാബിറ്റ്, നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർ ആ ഷെയറിംഗ് ഹാബിറ്റ് പഠിക്കും. ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം, അപ്പൊ നമ്മുടെ ഫ്രണ്ടും കൂടി അത് അറിയുന്നത് നല്ലതായിരിക്കും. അവൻ അറിഞ്ഞുകൂടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവനെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ മോണ്ടിസോറിയിലേക്ക് വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമുക്ക് മോണ്ടിസോറിയിൽ അറിയാം, നമുക്ക് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവാം. അപ്പൊ അവര് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിൽ മുതിർന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഈ മെറ്റീരിയൽസ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കുട്ടികൾ അവരുടെ യങ്ങർ വൺസിനെ
കുഞ്ഞു കുട്ടികളെ അവര് പഠിപ്പിച്ചു കൊടുക്കും, അവരെ ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ എന്താവുന്നുണ്ട്, ബിൽഡ് ആകുന്നുണ്ട്. അപ്പൊ അതേപോലെ മാക്സിമം ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിലായാലും നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ ഒരു ഒത്തൊരുമയോട് കൂടി തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരാൾക്ക് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ആ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന ക്ലാസ് ആയിരുന്നു, ഇന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്, ഇന്ന ആക്ടിവിറ്റി ആണ് മിസ് തന്നിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്കും ഇന്ന് ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്കും അതൊരു എന്താ പറയാ, ഒരു നല്ലൊരു കാര്യമായിട്ട് കിട്ടും. കാരണം അവർക്ക് ക്ലാസ് കയറിയില്ല എന്നിരുന്നാൽ പോലും അവരുടെ ഫ്രണ്ട് അത് പറഞ്ഞു തന്നല്ലോ എന്നുള്ളൊരു ഇത് വരും. നമ്മൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നാളായില്ലേ, നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എന്താ പറയാ, ഓഫ് ദ ക്ലാസ്സിന്റെ പുറത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ, ഇല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ക്ലാസ്സിൽ കോണ്ടാക്ട് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അതൊക്കെ നല്ല ശീലങ്ങളാണ്, നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മാനേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതേപോലെ കെയറിങ്, ഷെയറിങ്, ഹെൽപ്പിംഗ് ഒക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹാബിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ബാത്റൂം മാനേഴ്സ്. നമ്മൾ കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് എങ്ങനെയാണ് ബാത്റൂം യൂസ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മള് എങ്ങനെയാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അപ്പൊ വൈൽ ടേക്കിംഗ് എ ബാത്ത് എങ്ങനെയാണ് അവര് കുളിക്കേണ്ടത്, എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെ സോപ്പ് യൂസ് ചെയ്യണം, എങ്ങനെ ടവൽ യൂസ് ചെയ്യണം, അതേപോലെ ചെവിയിൽ അധികം വെള്ളം പോകാതെ വേണം നമ്മൾ കുളിക്കാനായിട്ട്. അതേപോലെ നമ്മുടെ ബാത്റൂമിലും ടോയ്ലറ്റിലും പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡ്സ് എന്ത് ചെയ്യണം, ഹാൻഡ്സ് വാഷ് ചെയ്യണം. ഓക്കെ, മുമ്പേ കുറെ നാൾക്ക് മുമ്പ് ഒരു പരസ്യം ഉണ്ടായിരുന്നു, കൊറോണയുടെ സമയത്തൊക്കെ ഹിറ്റായ ഒരു പരസ്യമാണ് കേട്ടോ. ഒരു ലൈഫ് ബോയുടെ പരസ്യമാണ്. ഒരു കുട്ടി സോപ്പ് ഉപയോഗിച്ച് കൈ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കാം. അവൻ കൈ നല്ല രീതിയിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ നോക്കുമ്പോ എന്താണ്, ഒരുപാട് കുട്ടികൾ വാഷ് ചെയ്ത് പോയി, അവൻ മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാൻഡ് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, ആ കുഞ്ഞിക്കുട്ടി പറഞ്ഞ പോലെയാണ് വാഷ് ചെയ്യണമെന്ന്, നല്ല രീതിയിൽ വാഷ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടത്? കൊറോണ വന്നിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അവൻ പറഞ്ഞ കാര്യമായിരുന്നു സത്യം. കാരണം 2 സെക്കൻഡ് കൊണ്ട് ഒന്നും വാഷ് ചെയ്താൽ കയ്യിലെ ജേംസ് ഒന്നും നശിച്ചു പോകില്ല. കയ്യിലെ ജേംസ് ഒക്കെ നശിക്കണമെങ്കിൽ എത്ര മിനിറ്റ് വാഷ് ചെയ്യണം? 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കൈ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ ജേംസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, നശിച്ചു പോകുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പഠിപ്പിക്കണം. ഹാൻഡ് വാഷ് ചെയ്യുന്നത് ഒരു സോങ് ഒക്കെ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും കുട്ടികളിൽ പെട്ടെന്ന് മനസ്സിലിരുന്നോളൂ. അപ്പോ നാളെ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യുന്നവര് ഒരാളെങ്കിലും ഈ ഹാൻഡ് വാഷ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അതേപോലെ ഈ ബാത്റൂമില് നമ്മുടെ വലിയ കുട്ടികളൊക്കെയാണ് പ്രശ്നമുള്ളത്. ബാത്റൂമിൽ ചിലവർ ചുമരെഴുത്തൊക്കെ എഴുതും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമരെഴുത്ത് ബാത്റൂമിലാണ് അവരുടെ കല വരയ്ക്കണത്, പടം വരയ്ക്കണതൊക്കെ ബാത്റൂമിലാണ്. സ്കൂളിലൊക്കെ ആൺകുട്ടികളുടെ ബാത്റൂമിൽ പോയാലാണ് ഈ ഒരു ചുമരെഴുത്ത് കാണാം. അവരുടെ കല മൊത്തം അവിടെ വരച്ചു വെച്ചിട്ടുണ്ടാവും, പടം വരച്ചു വെച്ചിട്ടുണ്ടാവും, പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. പല പല വികൃതികൾ കുട്ടികൾ ചെയ്യാറുണ്ട്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്യണത് മോശം കുട്ടികളാണ്, അതൊന്നും നല്ല ബാത്റൂം ശീലങ്ങളല്ല. നമ്മൾ ഇന്നതൊക്കെയാണ് ഗുഡ് മാനേഴ്സ്. ബാത്റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗുഡ് മാനേഴ്സ് ഇന്നതൊക്കെയാണ്. ഈ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് പോകുമല്ലോ, അപ്പൊ ഭയങ്കര തിരക്കും, അപ്പൊ ഒരാൾ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പുഷും പുള്ളും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ക്യൂ ആയിട്ട് സൈലന്റ് ആയിട്ട് പോകണം. ബാത്റൂമിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ബാത്റൂമിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം. അതേപോലെ കൈയും ഹാൻഡും ഫീറ്റും ഒക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം. അതേപോലെ ബാത്റൂം ടാപ്പിലെ വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല, കാരണം ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം കുടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇൻസിഡന്റ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കണമെന്നുണ്ട്. ഇപ്പോ ഒരു അസുഖം നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് മെൻജൈറ്റിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ മെൻജൈറ്റിസിനെ കുറിച്ച്, വൈറൽ മെൻജൈറ്റിസ്. കേട്ടോ? എന്താണത്?
നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മസ്തിഷ്ക ജ്വരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് ഇന്ന് കൂടുതലായിട്ട് കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് കളമശ്ശേരി, എറണാകുളത്തുള്ളവർക്ക് അറിയാം, കളമശ്ശേരിയില് പ്ലേ സ്കൂളിലോ അങ്ങനെ ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് 3 വയസ്സുള്ള 2-3 കുട്ടിക്ക് ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കളമശ്ശേരിയിലൊക്കെ അല്ലേ, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വാർഡില്, എന്റെ സ്വന്തം വാർഡിൽ ഈ ഒരു അസുഖം ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം അതെങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അവൻ വേറെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ ഈ ഒരു അസുഖം വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു എങ്ങനെയാണ്. അപ്പൊ ഡോക്ടറും പറഞ്ഞു ഇതിങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മലിനമായി അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്, അല്ലാതെ വരില്ല, ഇൻഫെക്റ്റഡ് മലിനമായ ജലത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി വേറെ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒന്നും പോയിട്ടില്ല. അവൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോ അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോ അവൻ തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ വെള്ളം ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ആ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് വെള്ളം തന്നെയാണ് വില്ലൻ. അവർക്ക് അവിടെ എന്താ പറയാ പൊടിയോ ചെളിയൊക്കെ ഉള്ള വെള്ളമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ നമ്മളത് പ്രോപ്പർ ആയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടി തിളപ്പിച്ചാറ്റാത്ത വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടാണ് ഈ ഒരു അസുഖം വന്നത്. വലിയ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നല്ല, എന്നാലും ഒരു 7 മുതൽ 10 ദിവസം വരെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ചിലവരിൽ കോംപ്ലിക്കേഷൻ കൂടി കഴിഞ്ഞാല് മതിലകം എന്ന് പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ഈ അടുത്ത് തന്നെ. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് അത് എപ്പോഴും കോംപ്ലിക്കേഷൻ ആവണമെന്നില്ല. നമ്മള് ഫസ്റ്റ് തന്നെ കണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലാത്ത പക്ഷം ഇതേപോലെ മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ ഏറ്റവും റിസ്ക് ഉള്ള കേസിൽ 2ാമത്തെ സ്ഥാനമാണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിനുള്ളത്. 2ാമത്തെ പ്ലേസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണോ കുടിക്കണേ എന്ന് ഉറപ്പുവരുത്തുന്നത്. നിങ്ങൾക്ക് നമ്മളെല്ലാവരും മിക്കവരും അമ്മമാരായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോ നമ്മളിപ്പോ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത്. നമുക്കറിയാം കുട്ടികൾ കൂടുതൽ ടൈമും വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇവര് കളിക്കാനൊക്കെ പോകും, അതേപോലെ പല സ്ഥലത്ത് പോകുമ്പോഴും വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. അപ്പൊ അത് നമ്മൾ മാക്സിമം കുട്ടികളോട് വെള്ളം കൊണ്ടുപോകാൻ പറയാം. ഒത്തിരി ദൂരെയാണ് പോണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കാൻ നോക്കാൻ പറയാം. അതേപോലെ ഈ ഐസൊക്കെ ഇപ്പൊ ഭയങ്കര ചൂടുകാലമുള്ള വരുന്നത്, അപ്പൊ എല്ലാവരും ഈ ഐസൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തന്നെ ഐസ് എന്ത് ചെയ്യാൻ നോക്കാം, ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കണോട്ടാ. ഞാൻ എന്ന് വെച്ചാല് നമ്മളുടെ വീട്ടിലൊരു കുട്ടിക്ക് വന്നതുപോലെ എനിക്ക് തോന്നിയത്. കാരണം അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രയും അടുത്ത കുട്ടിയാണ്. കാരണം എന്റെ മോളുടെ ഒപ്പം പഠിച്ചിരുന്നതായിരുന്നു. അവര് 2 പേരും കൂടി ഒരുമിച്ചായിരുന്നു KG സെഷൻ ഒക്കെ പഠിച്ചത്. അപ്പോ അവന് വന്നു എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഷോക്കായിരുന്നു. അത് എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഇതാണ് മനസ്സിലായത്. നമ്മള് നിസ്സാരം എന്ന് വിചാരിച്ചാണ് പച്ചവെള്ളം പൈപ്പിൽ നിന്ന് തന്നെ നല്ല ശുദ്ധമായ വെള്ളമാണെന്നൊന്നും വിചാരിക്കരുത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം നിങ്ങൾ എങ്ങനെ തിളപ്പിക്കുന്നേ? വെള്ളം തള വന്ന അപ്പൊ തന്നെ ഓഫ് ചെയ്യും? ഇല്ല, തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി വെക്കും. വെച്ചതിന് ശേഷമാണ് തിളച്ച് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് തള വന്ന് തിളച്ച വെള്ളമായിരിക്കണം ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുന്നത് കേട്ടാ. അല്ലാതെ തള വരുമ്പോ തന്നെ ഓഫ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം എന്ന് പറയില്ല. കാരണം ഈ അണുക്കള് ഫുള്ളായിട്ട് ഡെഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ തള വന്ന് ഒരു 5 മിനിറ്റ് എങ്കിലും ആ വെള്ളം ഇങ്ങനെ വെട്ടി തിളച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിലെ അണുക്കൾ മുഴുവനും നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും തിളപ്പിച്ചാറ്റാത്ത വെള്ളം കൊടുക്കോ? നോ ടീച്ചർ, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളവും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഐസ് ക്യൂബ് ആക്കുന്നതും തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവരുന്നത് ഇതൊക്കെ ഉണ്ടാവും, പരിപാടികളൊക്കെ ഉണ്ടാവുമ്പം തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം എടുത്തൊഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് മിക്ക കല്യാണ വീടുകളിലായാലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. മാക്സിമം നമ്മൾ പുറത്തുനിന്ന് പക്ഷെ അങ്ങനെ അല്ല മിസ്സേ, ഗീത ചേച്ചി പറഞ്ഞതിന്റെ കൂടെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് അണുക്കൾ ഒന്നും കൂടി കൂടാനാണ്
സാധ്യതയുള്ളത്. കാരണം നമുക്ക് ക്ലാസ് എടുക്കാൻ പറയുന്നില്ലേ, തിളയ്ക്കുമ്പോൾ 20 മിനിറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് തിളപ്പിക്കുക, അത് ആറിയതിനു ശേഷം മാത്രം കുടിക്കുക. അല്ലാണ്ട് നമ്മൾ ആറുന്നതിന്റെ മുന്നേ അതിലേക്ക് വീണ്ടും പച്ചവെള്ളം ആഡ് ചെയ്യുമ്പോൾ അണുക്കൾക്ക് വളരാനുള്ള കപ്പാസിറ്റി കൂടുക ചെയ്യാം. അത് മനുഷ്യ ശരീരത്തിനും പറയുന്നില്ലേ, നമ്മുടെ ശരീരം ചൂടാണ്, ആ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കോൾഡും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് എപ്പോഴും കുടിക്കാൻ നല്ലത് ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പൊ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത്രയും നമ്മൾ എന്താണ് പണി കൊടുക്കുക ചെയ്യുന്നത്. ഹീറ്റ് ആയിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ ഒരു തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പുക പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാളും നല്ലതും പച്ചവെള്ളത്തിനേക്കാളും നല്ല ചൂടുള്ള വെള്ളം എപ്പോഴും കുടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഞാൻ ഒരു തെറ്റായ പ്രവണതയാണ് കണ്ടുവരുന്നത് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ തോന്നിയത് കാരണം കല്യാണ വീടുകളിലൊക്കെ നമ്മൾ ഈ വെള്ളം കൊടുക്കൂലേ, അപ്പൊ ഈ വെള്ളത്തിലേക്ക് കുറച്ച് തിളപ്പിച്ചതിലേക്ക് അല്ലെങ്കിൽ ഈ കളർ കൂടി എന്താ പറയാ, ഒരു പിങ്ക് കളറിലെ വെള്ളത്തിലേക്ക് കുറച്ചും കൂടി പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം എവിടെയെങ്കിലൊക്കെ പോവാ, ഫംഗ്ഷനൊക്കെ പോവാ എങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാ, ഈ വെള്ളം കൂടെ കൊണ്ടുപോവാ. അതേപോലെ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോ നമ്മൾ ഈ എന്താ പറയാ കളർ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങള്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം അത് ചിലപ്പോ എങ്ങനെയാ അവര് പ്രിപ്പയർ ചെയ്യണത്, ചിലപ്പോ അവര് പ്രിപ്പയർ ചെയ്യണ നല്ല വെള്ളത്തിലായിരിക്കും, പക്ഷെ തിളപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇതേപോലത്തെ ജ്യൂസും സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ എന്ത് ചെയ്ത ക്രിയേറ്റ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പൊ റെസ്റ്റോറന്റിൽ പോയാലും അവര് ജ്യൂസില് മോശം വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് മിനറൽ വാട്ടർ അല്ല, നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒരു മിനറൽ വാട്ടറും കൂടി ഓർഡർ ചെയ്തിട്ട് അത് അവർക്ക് കൊടുത്തിട്ട് അത് ഒഴിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ അവര് നോർമൽ വാട്ടർ ഒഴിക്കും. നമ്മളെങ്ങനെയാണ് ചെയ്യാറ് ഇതുവരെ, അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ കിണറ്റിലെ വെള്ളം നല്ലതാന്ന് വെച്ചാൽ നമ്മുടെ പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കാറില്ലേ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും വീട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന കൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റിന്റെ കുഴിയും വീടും കിണറുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കില്ലേ. അപ്പൊ ഈ ഒരു നമ്മുടെ വീട്ടിലെ കിണർ എപ്പോഴും നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യിക്കണം എന്ന് പറയുന്നില്ലേ. ഇപ്പം ആകെ ടെസ്റ്റിന് എത്ര പൈസ വരും, പക്ഷെ ആരും അത് ടെസ്റ്റ് ചെയ്യുന്നില്ല. അത് കാരണമാണ് കുട്ടികൾക്ക് കൂടുതലും രോഗം വരുന്നത്. കാരണം വീടിന് ഇപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും അടുത്തടുത്ത് ടോയ്ലറ്റും അടുത്താക്കും, കിണറ്റിന് വേഗം കുഴിക്കുകയും ചെയ്യും. അപ്പൊ ഒരു 15 സെന്റിമീറ്റർ വിട്ടിട്ട് കുഴിക്കാത്തതിന്റെ ഒരു ഇഷ്യൂ എല്ലാവർക്കും ഇപ്പൊ വെള്ളത്തിൽ നിന്ന് വരുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു, അവൻ കിണറ്റിലെ വെള്ളമായിരിക്കും കുടിച്ചെന്നൊക്കെ ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചു, കാരണം കിണറ്റിലെ വെള്ളമാണെങ്കിൽ അതില് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയാസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ടോയ്ലറ്റ് ഒക്കെ അടുത്താണെങ്കിൽ ആ വെള്ളം കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ വന്നത് എന്താണ് ലൈൻ പൈപ്പിലെ വെള്ളത്തിലാണ് ആ കംപ്ലൈന്റ് വന്നത്. ഇതേപോലെ ഒരുപാട് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫ്ലാറ്റിൽ മൊത്തം ആൾക്കാർക്കും എന്താണ് ഇൻഫെക്ഷൻ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. ഒരു 500 സംതിങ് ആൾക്കാരെ എന്താ പറയാ ലൂസ് മോഷനും ഛർദിക്ക് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു, പല പല ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവരെല്ലാവരും നോക്കിയപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു ഇൻഫെക്ഷൻ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തതെന്ന് കണ്ടു. അപ്പൊ മാക്സിമം നമ്മൾ തിളപ്പിച്ചേറ്റ വെള്ളം തന്നെ കുടിക്കാനായിട്ട് കുട്ടികളോട് പറയും. ഓക്കെ, ബാത്റൂം മാനേഴ്സ് ആരാ റീഡ് ചെയ്യുന്നേ? 2 പാരഗ്രാഫ് ഉണ്ട്. ഓരോ പാരഗ്രാഫ്. Okay, Miss Aldo. Bedroom manners. Bathroom or bedroom manners? Bathroom. Bathroom manners. Bathroom manners. While taking a bath, how to behave is a must every day. Using others' soap, towels. I will take my note. Okay, Miss. I am reading from. Okay, Miss. While taking a bath, how to behave is a must every day. Using others' soap, towel, dip ears are bad. Cacography on the walls, drawing pictures on the bathroom door, and putting waste are too bad. So correct the students and give the right instructions while they go to the bathroom and toilets. Give strict commands when you send the students for the intervals. Go one by one, go silently,
don't scribble, don't push or pull or push others, pour enough water, wash hands and feet, don't drink the water in the bathroom, put the diapers at right place, diapers, use the toilet properly, put the zip correctly and carefully, etc. The above instructions definitely guide students in the right way. In this way, they can get good bathroom behavior. Okay, miss. Next you will read. വേണ്ട വേണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റീഡ് ചെയ്യാൻ തരാം. Okay, okay. ബാത്റൂം മാനേഴ്സ്, നമ്മൾ ഹൗ ടു ബിഹേവ്, എങ്ങനെ അത് ബിഹേവ് ചെയ്യണം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ എന്റെ അഭിപ്രായത്തിലും ഓരോരുത്തർക്കും അവരവർ യൂസ് ചെയ്യുന്ന സോപ്പും ടവലും സെപ്പറേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് പറ്റും. നമുക്കറിയാം കുട്ടികൾ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന അതേ സോപ്പും അതേപോലെ ടവലും തന്നെയാണെങ്കിൽ അവർക്കും നമ്മളിൽ നിന്ന് ഇൻഫെക്ഷൻസ്, നമുക്ക് എന്തെങ്കിലും വയ്യാഴികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ടവലും സോപ്പും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക്. മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കും. കുഞ്ഞു കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സോപ്പും ടവലാണ്. എന്റെ വീട്ടിലാണെങ്കിലും മോന് സെപ്പറേറ്റ് സോപ്പ്, അതേപോലെ മോൾക്കും സെപ്പറേറ്റ് സോപ്പാണ്. മോന് അലർജിയുടെ പ്രശ്നമുണ്ട്, സ്കിൻ അലർജി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവന് സോപ്പ് സെപ്പറേറ്റ് ആണ്, അതേപോലെ ടവലും സെപ്പറേറ്റ് ആണ്. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ നോക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചെവിയിലൊന്നും പോവാത്ത രീതിയിൽ തന്നെ നോക്കാം. അതേപോലെ നമ്മൾ വോളിൽ കാറ്റോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചുമലെഴുത്താം, അങ്ങനെ എന്തോ സംഭവം. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോർ, ഇത് ബാത്റൂം ഡോറിൽ പിക്ചേഴ്സ് ഒന്നും വരയ്ക്കരുത്. അതേപോലെ തന്നെ വേസ്റ്റ്, നമ്മൾ വേസ്റ്റ് ഇടാനുള്ള ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ വേസ്റ്റ് ബിന്നിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേസ്റ്റ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ കറക്റ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ഗീവ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ വൈൽ they go to the bathroom and toilet. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ പോലെയാണ് ചെയ്യേണ്ടത്. അതേപോലെ സ്ട്രിക്റ്റ് കമാൻഡ്സ് കൊടുക്കുക. ഇന്റർവെൽ ടൈമിൽ കുട്ടികളെ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കമാൻഡ്സ് കൊടുക്കുക. എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഗോ വൺ ബൈ വൺ, ഓരോരുത്തരായിട്ട് പോവുക. ഗോ സൈലന്റ്ലി, മറ്റ് ക്ലാസ്സുകൾക്ക് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, അധികം സൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ പോകണം. ഡു നോട്ട് സ്ക്രിബിൾ, ഒരാളെ അങ്ങനെ സ്ക്രിബിൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഡു നോട്ട് പുൾ ഓർ പുഷ് അതേഴ്സ്, മറ്റു കുട്ടികളെ പുൾ ചെയ്യാനോ ഇനി ക്യൂ ആയിട്ട് പോകുമ്പോൾ അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങനെ പുൾ ചെയ്യാൻ പുഷ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷം കൂടുതൽ എനഫ് വാട്ടർ എന്ത് ചെയ്യാ ഒഴിക്കണം. നമ്മുടെ ഹാൻഡും അതേപോലെ തന്നെ ഫീറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ബാത്റൂം, ബാത്റൂമിൽ വാട്ടർ കുടിക്കരുത്, അത് വളരെ മോശം ശീലമാണ്. പുട്ട് ദ ഡൈപ്പേഴ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, നമ്മൾ ഡൈപ്പർ ഒക്കെ ഇടയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടാം. നമ്മൾ യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി, നമ്മൾ പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം. പുട്ട് സിപ്പ് കറക്റ്റ്ലി ആൻഡ് കെയർഫുള്ളി, നമുക്കറിയാം മിക്ക കുട്ടികൾക്കും ഇപ്പോഴും സിപ്പ്, ഒരു 1ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ നമ്മൾ ചിലവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിപ്പ് ഇടാനായിട്ട് അറിയാൻ പറ്റൂല. നമ്മളത് സിപ്പ് ഇടാനായിട്ട് അവരെ കെയർഫുള്ളി പറഞ്ഞു കൊടുക്കുക. സിപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഇടണം എന്ന് പറഞ്ഞു കൊടുക്കുക. ദ എബവ് ഇൻസ്ട്രക്ഷൻ ഡെഫിനിറ്റ് ഗൈഡ് സ്റ്റുഡൻസ് ഇൻ റൈറ്റ് വേ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ഇൻ ദിസ് വേ, അങ്ങനെ ആവുമ്പോൾ ദേ ഗെറ്റ് ഗുഡ് ബാത്റൂം ബിഹേവിയർ, അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് നല്ല ബാത്റൂം ബിഹേവിയർ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ മോണ്ടിസോറിയില് നമ്മളിപ്പോ ഞാൻ സിബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്. സിബ് ഇടാനായിട്ട് ചില കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ശരിയാണ്. ഇപ്പൊ 1ഓ 2ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും സിബ് ഇടാനായിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്, സിബ് ഫ്രെയിം എന്ന് പറയും. നമ്മള് ഇതിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത്, കണ്ടോ, സിബ് ഫ്രെയിം എന്നാണ് ഇതിനെ പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങള്? എന്താണ് കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ. അപ്പൊ ഈ സിബ് ഫ്രെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിബ് ഫ്രെയിം കുട്ടികളെ നമ്മൾ പ്രാക്ടിക്കൽ ഏരിയാസിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സിബൊക്കെ ഇടാനൊക്കെ പറ്റും, സ്വയമേ സിബൊക്കെ ഇടാനൊക്കെ പറ്റും.
അത് കുറച്ചും കൂടി അവർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. പല ടൈപ്പിലുള്ള സിറ്റ് ഫ്രെയിം അവർ കാണിക്കുന്നുണ്ട് ടീമേജിൽ. ഞാൻ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സിറ്റ് ഫ്രെയിമും കാണിച്ചു തരാം. ഇത് ബട്ടറിംഗ് ഫ്രെയിം ആണ്. സിറ്റ് ഫ്രെയിം ഓക്കെ, ഇവിടെ വരെയൊക്കെ സിറ്റ് ഫ്രെയിം ഉള്ളൂ. അപ്പൊ ഇതേപോലത്തെ ഫ്രെയിം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിലെ പ്രാക്ടിക്കൽ ഏരിയയിൽ അവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സിബിറിനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്ത് ശീലിക്കാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് പ്രോപ്പർലി അവരിങ്ങനെ ഒരുപാട് പ്രാവശ്യം അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് തനിയെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് സിബ് ഇടാനൊക്കെ പറ്റും. ഓക്കെ അല്ലേ? നമ്മള് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ബെഡ്റൂം മാനേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ബെഡ്റൂം മാനേഴ്സ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആള് പറയട്ടെ. ഷെമീറ വായിക്കട്ടെ. അടുത്തത് ശ്രീലക്ഷ്മിക്കല്ല. Bedroom manners. Early to rise, early to bed is must for all. That is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. Early to boost is good for your health. So get up early, finish morning duties fastly and help their parents if they can. Start school at correct time. For the above, teacher instruct to student as follows. Get up early to do things by yourself. Roll the bed neatly and carry it in the right place. Adjust with your parents in their work. Then only you can come to the school early. ഓക്കേടാ, ബെഡ്റൂം മാനേഴ്സിൽ പറയുന്നത് എന്താണ്? നമ്മള് നേരത്തെ ഏർലി ടു റൈസ്, നമ്മൾ എന്താണ് നേരത്തെ എഴുന്നേക്കാൻ ശീലിക്കുക. കുട്ടികളെ നേരത്തെ എഴുന്നേക്കാൻ ശീലിക്കുക. അതേപോലെ തന്നെ കുട്ടികളെ ശീലിക്കേണ്ട വേറൊരു ശീലമാണ് നേരത്തെ ഉറങ്ങാനും ശീലിക്കണം. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറി അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നേരത്തെ എഴുന്നേക്കാനായിട്ട് പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു സ്റ്റുഡൻസ്. കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങാനും കറക്റ്റ് ടൈമിൽ എഴുന്നേക്കാനും പഠിക്കാം. ബിഫോർ ഗോയിങ് ടു ബെഡ് ഫിനിഷ് ഓൾ ദ ഡ്യൂട്ടീസ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ഹോംവർക്കും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കുക. ദെൻ സേ ഗുഡ് നൈറ്റ് ടു പാരന്റ്സ്. നമ്മൾ പാരന്റ്സിനോട് ഗുഡ് നൈറ്റ് പറയാ, ഗോഡിനോട് പ്രേ ചെയ്യാം. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പാരന്റ്സ് ശീലിപ്പിക്കേണ്ട, കുട്ടികളെ ശീലിപ്പിക്കേണ്ട ശീലമാണ് കേട്ടോ. നമ്മളെ കുട്ടികളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവില്ലേ? എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു ഇതായിരിക്കും. ഇപ്പൊ ഉണ്ടാവില്ല, ഇപ്പൊ എക്സാം ഒക്കെ ആയതുകൊണ്ട് അത്രയും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മക്കളോ ഇങ്ങനെ എഴുന്നേൽപ്പിക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവരെ വിഷ് ചെയ്തുകൊണ്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവരെ വിഷ് ചെയ്തിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാം, എഴുന്നേൽപ്പിക്കാൻ നോക്കാം. അപ്പൊ അവര് വന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഹഗ് ചെയ്തിട്ട് എഴുന്നേൽപ്പിക്കുന്നത്. ആൾക്ക് മടിയൊക്കെ തന്നെയാ, സ്കൂളിലൊക്കെ പോകാനൊക്കെ മടിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടാണ്, ആള് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഹഗ് ചെയ്യും. പിന്നെ ആള് ഓക്കെ ഞാൻ എഴുന്നേറ്റു, ഓക്കെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ആ ഒരു മൂഡിലേക്ക് തന്നെ വന്നോളൂ. സോ കുറച്ചും കൂടി എളുപ്പമാണ് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ശീലിപ്പിക്കുക, പറയാനായിട്ട് ശീലിപ്പിക്കുക. സോ ദെൻ ഗോഡിനോട് പ്രാർത്ഥിച്ചിട്ട് പ്രേ ചെയ്യാനായിട്ട് പറയാം. ഏർലി ടു ബൂസ്റ്റ് ദ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നേരത്തെ എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരി നേരത്തെ അല്ല, കുട്ടികളെ സംബന്ധിച്ചൊരു 7 o'clock 6:30 7 o'clock ആ ടൈമിനുള്ളിൽ തന്നെ എഴുന്നേൽക്കുക, അവരുടെ വർക്കുകളൊക്കെ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുക. നമ്മളിപ്പോ എഴുന്നേൽക്കാൻ വൈകി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ ഡേയിലേക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിട്ട് ഭയങ്കര വിശപ്പായിട്ട് അവർ ക്ഷീണിച്ച് കിടക്കണം കാണാൻ പറ്റും ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വിശക്കണു എന്നൊക്കെ പറയും. അപ്പൊ പാവം തോന്നും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എന്തുകൊണ്ടാണ് വൈകിയത്, അവർ എഴുന്നേക്കാൻ വൈകിയതുകൊണ്ട്. അപ്പൊ അവരോട് പറയാം, നേരത്തെ എഴുന്നേറ്റ് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഹെൽപ്പ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. സോ ഗെറ്റ് അപ്പ് ഏർലി, ഫിനിഷ് മോർണിംഗ് ഡ്യൂട്ടീസ് ഫാസ്റ്റ്ലി ആൻഡ് ഹെൽപ്പ് ദെയർ പാരന്റ്സ് ഇഫ് ദേ ക്യാൻ. അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യുക, അവരുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക. സ്റ്റാർട്ട് സ്കൂൾ അറ്റ് കറക്റ്റ് ടൈം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് സ്കൂളിൽ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റുള്ളൂ. ഫോർ ദ എബോവ് ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ട് ദ സ്റ്റുഡൻസ് ആസ് ഫോളോ. അപ്പൊ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗെറ്റ് അപ്പ് ഏർലി ടു ഡു തിങ്സ് ബൈ യുവർ സെൽഫ്. അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുക, ബാത്ത് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കുളിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങൾ അവരിപ്പോ ഹോംവർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഭൂരിഭാഗം കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം. കാരണം എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നേക്കാളും നല്ലത് അവർ സ്വയമായിട്ട് അത് ചെയ്യാനായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്റെ അഭിപ്രായം അതാണ്. കുട്ടികളെ കൊണ്ട് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അവരെ കൊണ്ട് തന്നെ ശീലിപ്പിക്കാം. പിന്നെ റോൾ ദ ബെഡ് നീറ്റ്ലി ആൻഡ് ക്യാരി ഇൻ ഇറ്റ് ദ റൈറ്റ് പ്ലേസ്. നമ്മള് ബെഡ് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് റോൾ ചെയ്ത് മടക്കി വെക്കുക, റൈറ്റ് പ്ലേസിൽ വെക്കുക. അതേപോലെ തന്നെ പില്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് വിത്ത് യുവർ പാരന്റ്സ് ഇൻ ദയർ വർക്ക്. നമ്മളിപ്പോ ചില കുട്ടികളായിരിക്കും ഭയങ്കര വാശിക്കാരായിരിക്കും. അവരെപ്പോഴും അമ്മ കൂടെ ഉണ്ടെങ്കിലേ ഒരു കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നും പാടില്ല. പാരന്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മളുടെ വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുക. then only you can come the school early. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കൂളിലേക്ക് കറക്റ്റ് നേരത്തെ വരാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കണം. ബെഡ്റൂം മാനേഴ്സിന്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ. ഫസ്റ്റ് എന്താ പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഗുഡ് മോർണിംഗ്, ഏർലി ടു റൈസ്, നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ ഉറങ്ങണം. അതേപോലെ ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുമ്പോഴും ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും പറഞ്ഞ് ശീലിപ്പിക്കാം. ഒരു ഹഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ വേഗം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഒന്ന് എഴുന്നേൽക്കുക, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ നല്ല ദിവസമായിരിക്കും. നമുക്കും അതെ, ഒരു ഗുഡ് മോർണിംഗ്, ഒരു ഹാപ്പി ഗുഡ് മോർണിംഗ് ഒക്കെ കേട്ടോ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഫുൾ ഡേ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഇന്നത്തെ ദിവസം ഫുള്ളും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മൾ എനർജറ്റിക് ആവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ആയിട്ട് വൈകി എഴുന്നേറ്റുള്ള പ്രശ്നം ഞാൻ പറഞ്ഞ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് ചെയ്യാനുള്ള എനർജി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, പ്രോപ്പർ ആയിട്ട് ഫുഡൊക്കെ കഴിക്കുക. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ബോഡി ഒക്കെ വാഷ് ചെയ്ത് നല്ല രീതിയിൽ നല്ല സുന്ദര കുട്ടന്മാരായിട്ട് സ്കൂളിലേക്ക് വിടാം. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ശീലിപ്പിക്കണം. അല്ലാതെ നമ്മൾ അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. അവരുടെ ഏജിനനുസരിച്ച് ഒരു കൊച്ചിനെ കൊണ്ട് ഒരുപാട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണം എന്ന് പറയില്ല. എന്നാലും ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് തന്നെ ശീലിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അവരത് നല്ല നല്ല ക്യാരക്ടറിലേക്ക് അവരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ശീലിപ്പിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ചെയ്യിപ്പിക്കാറുണ്ട് ടീച്ചർ. സ്കൂളിലൊക്കെ പോകുമ്പോൾ മോൾ തന്നെയാണ് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ബാഗിൽ വെക്കുന്നതും ടിഫിൻ ബോക്സ് ബാഗിൽ വെക്കുന്നതും ഒക്കെ മോൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലോർ മോപ്പ് ചെയ്യാനും എല്ലാം, കുക്കിങ്ങിലും എല്ലാം ഹെൽപ്പ് ചെയ്യും. വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് നല്ല ഹെൽപ്പാണ്. മക്കൾ ഇപ്പൊ വലുതായതിനു ശേഷം മോനിപ്പം 10th മോള് 6th രണ്ടുപേരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ പണി കുറവാണ് ഇപ്പൊ. ഓക്കെ, അപ്പം പിന്നെ ഇതിൽ ആരൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കുട്ടികളെ എഴുന്നേൽപ്പിക്കാറ്? ഞാൻ അവനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീപ്പിക്കും. അപ്പൊ നേരെ കുഞ്ഞു വാവേ 2.5 വയസ്സ്, അപ്പൊ പിന്നെ എടുക്കണം, അതാണ് അവന്റെ അടുത്ത ഇത്. തിരിച്ചു പറയില്ല, പക്ഷെ ആള് ഓക്കെ എണീറ്റ് പോന്നോളൂ. ഉച്ചയ്ക്ക് ഉറക്കി എണീറ്റാലും അവൻ ആ മോർണിംഗ് ടൈം ആന്നുള്ള രീതിയിലാണ് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങി എണീക്കുമ്പോഴും ആക്ട് ചെയ്യണത്. പല്ലിക്കാനൊക്കെ പോകും. ആണല്ലേ, ഓക്കേടാ. അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് തന്നെ പറഞ്ഞ് ശീലിപ്പിക്കാം. ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും പറയാം. ഉറങ്ങാറാവുമ്പോ ഗുഡ് നൈറ്റ് ഇട്ട് വാവ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കാം. കുഞ്ഞു കുട്ടികളൊന്നും ഞാനാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരൊന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ശീലിപ്പിക്കണമെങ്കിൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ കുട്ടികൾ കുറച്ചും കൂടി നമ്മളോട് എന്താ പറയാ, ഒരു ഇതുണ്ടാവും, ഒരു എന്താ പറയാ, കൂടുതൽ മാനേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അതല്ല, ഒരു നല്ല മാനേഴ്സ് ഉണ്ടാവും. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ നമുക്കും അതേപോലെ തന്നെയാണ്.
ഇപ്പൊ ഞാൻ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോ ഇവിടെ സാർ ഉണ്ട്. നിങ്ങൾക്ക് ആരെ ഇംഗ്ലീഷ് എടുക്കുന്നേ? എന്താ ടീച്ചർ? ഇംഗ്ലീഷ് ആരാ എടുക്കുന്നേ? അശ്വതി ടീച്ചർ. ഓക്കെ, ഇവിടെ വേറൊരു സാറും കൂടി ഉണ്ട്, ജോബ് സാറ്. അപ്പൊ സാറ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വിഷ് ചെയ്യുന്നത്. സോ ഭയങ്കര ഹാപ്പിനെസ്, നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് സാറിന്റെ മുഖത്തുനിന്ന്. സാറിന്റെ ഒരു ഗുഡ് മോർണിംഗ് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആണെന്ന് ഞങ്ങൾ എല്ലാവരും പറയും. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ വിഷ് ചെയ്തല്ലേ മിസ്സേ വരുന്നത്? അതെ, പക്ഷെ സാറ് സ്പെഷ്യൽ ആണ്. സാറിപ്പോ ഇപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെങ്കിൽ മിസ് ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, എനിക്ക് വിഷമായിട്ടോ എന്ന് പറയും. ഞാൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും, എന്തെങ്കിലും തിരക്കിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നുപോകും, ജസ്റ്റ് മറന്നുപോകും. അപ്പൊ സാറ് പറയും, ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല കേട്ടോ, മിസ് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് എന്നോട് പറയും. അപ്പോഴാണ് ഞാൻ ആലോചിക്കുക, സാർ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ തിരിച്ചു പറയാത്തായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും സാറിനെ കണ്ട അപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. ബാക്കി എല്ലാവരും വിഷ് ചെയ്യും, അങ്ങനെ ഓരോ നോർമലാണ്. പക്ഷെ സാറിന് നിർബന്ധമാണ് നമ്മളുടെ എനിക്ക് ഗുഡ് മോർണിംഗ് കിട്ടണം എന്നുള്ളത്. അതൊരു ഭയങ്കര നല്ലൊരു പ്ലസന്റ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എന്താ പറയാ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എപ്പോഴും കണ്ടാൽ നല്ല സ്മൈലോട് കൂടി രാവിലെ തന്നെ സാറിന് ഗുഡ് മോർണിംഗ് കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും. അതെ ടീച്ചർ, ഇപ്പം ഞാനും എപ്പോഴും ആരെ ഫസ്റ്റ് കാണുമ്പോഴും അങ്ങനെ വിഷ് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറവാണ്, പുറത്തൊക്കെ ഉള്ളവരാണ് ഇതിൽ കൂടുതലായിട്ടും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വിഷിംഗ് അവർ കൂടുതൽ അക്കാര്യത്തിൽ ഭയങ്കര മാനേഴ്സും കാര്യമാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇപ്പൊ എപ്പോൾ എന്നെ രാവിലെ വിളിക്കുമ്പോഴും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെ ഞാനും അത് മക്കളോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതെ അതെ, ഞാൻ പോയ സ്കൂളിലും അങ്ങനെ തന്നെയാണ്. ആരും വിഷ് ചെയ്യാതെ വരത്തില്ല. ഞാൻ ചെല്ലുമ്പോഴേ വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് എവരിവൺ എന്ന് പറഞ്ഞൊരു ചിരിച്ചിരിച്ചിട്ടേ കയറത്തുള്ളു. ഓക്കെ, അപ്പൊ അത് ഭയങ്കര രസമാണ്. നമ്മള് ഇതൊരു കുറെ നാളായിട്ട് ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് സാർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര വിഷമാവും. അപ്പൊ അത് എല്ലാ ദിവസവും കിട്ടുന്ന ഗുഡ് മോർണിംഗ് ആണ്, മിസ് ചെയ്യും ഞങ്ങൾക്ക്. അപ്പൊ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ആ ഡേ ഫുള്ളും എത്ര വർക്ക് ഉണ്ടെങ്കിലും നമുക്കത് ഫുൾ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളെല്ലാവരും കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക, ശീലിപ്പിക്കുക. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കുട്ടികളെ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ട്രെയിൻ ചെയ്യാം. നമ്മളിനി പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെയും കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് പറഞ്ഞ് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ആ ഒരു ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ വിഷ് ചെയ്യാനൊക്കെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സാർ എന്നെ പഠിപ്പിക്കാനുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ജോബ് സാർ എനിക്ക് പഠിപ്പിക്കാനുണ്ട്. ഇംഗ്ലീഷ് സാറാണ് എടുക്കുന്നത്. ഓക്കെ, മോനെ ഏത് ബാച്ച് ഹോസ്പിറ്റൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ മാം. പക്ഷെ സാറിന്റെ ക്ലാസ് നല്ല എന്റർടൈൻമെന്റും ആണ്, നല്ല ക്ലാസ് ആണ് സാറിൻ്റെത്. അപ്പൊ ജോബ് സാറ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്, കോമൺ ആയിട്ടാണല്ലോ ഇംഗ്ലീഷ് വരുന്നത്. അപ്പൊ സാറക്ക് ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാറ്. അറിഞ്ഞൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇല്ല മാം, ഇല്ല. ഓക്കേടാ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഏതാണ്? ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ സോങ് ചെയ്യും. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരില്ലേ? ഓക്കെ, നമ്മൾ 20 പേരും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ട് ഒരു ആക്ഷൻ സോങ്. ഓക്കെ അല്ലേ? ഡീലാണ്. അപ്പൊ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് സൈൻ ഔട്ട് ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ലാലോ? നോ മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ സൈൻ ഔട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരണം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? സൈനിങ് സൈൻ ഔട്ട് ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വന്ന് ഞാൻ തന്നെ പ്രസന്റ് ചെയ്യും. ഓക്കെ, നാണക്കേടല്ലേ ടീച്ചറിനെ കൊണ്ട് തന്നെ സൈനിങ് സൈൻ ഔട്ട് ഒക്കെ പറയിപ്പിക്കുന്നേ? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരില്ലേ നെക്സ്റ്റ് ക്ലാസ് മുതല്? ഞങ്ങൾക്ക് മിസ് പറയുന്നൊന്നും നാണക്കേടൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷം. ഒന്ന് കാണാലോ. മിസ്സും പറയുക പറയാട്ടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നെ സൈനിങ് പറയാം. പറ്റിയൊരു പണി വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ സൈനിങ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സൈനിങ് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ ദ ക്ലാസ്. ഇന്ന് സൈൻ ഔട്ട് പറയാനായിട്ട് വേറെ ആരും റെഡി അല്ലാത്തത് ഞാൻ തന്നെ സൈൻ ഔട്ട് പറയാണ്. താങ്ക്സ് ഫോർ എന്താ പറയാ, എന്റെ ഇത്രയും നേരം എന്റെ ക്ലാസ് എൻജോയ് ചെയ്ത് എന്റെ ഒപ്പം നല്ല സപ്പോർട്ടായിട്ട് നിന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ താങ്ക് യു പറയാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു മിസ്.